അപ്പൊ ഒരു വീഡിയോ കണ്ടാലോ നമുക്ക്? ഓ ഗോഡ്. ഓക്കെ. ബാസിക്കുട്ടൻ തല്ലിപ്പൊളിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റില് ബാസിന്റെ അടുത്ത് ആസ്പിക സംസാരിച്ചിട്ടുണ്ടോ? എടാ അങ്ങനെയല്ല, എടാ ഇങ്ങനെയാണ്. ഈ സ്ത്രീയുടെ തലക്കെന്ന് താറാറില്ലല്ലേ? ബാസി അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ബാസിനെ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുക. അല്ല ബാസി ഇങ്ങനെ ഒരാളാണ്, എന്റെ ലൊക്കേഷനിൽ വന്നാൽ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർ വിളിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങളില്ലാത്ത പോലെയാണ്. മറ്റേ എന്നെ വിളിച്ചിരുത്തിയിട്ട് മറ്റേ കീറണ പോലെ എന്റെ വേറൊരുത്തം വിളിച്ചിട്ട് ബാസി എങ്ങനെയാണ് ബാസി ഇങ്ങനെ, അതൊക്കെ ആവശ്യമില്ലാത്ത. ഇങ്ങനെ അതിനെ സിനിമയ്ക്ക് നല്ല പാട്ടൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര ബോറാണോ? ഭഗവാനെ, എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത്. അത്രക്ക് സീരിയസ് അല്ല ഈ ഇഷ്യൂ, മനസ്സിലായ? ലോകത്ത് പച്ചത്തെറിയ വായി വരുന്നേ. പിന്നെയും അതിനെ മനസ്സിലായില്ലേ എടുത്ത്. അത് ആക്ച്വലി അവനും അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ആ ചോദ്യം ഉണ്ടല്ലോ, ബേസിക്കലി വിളിച്ചിരുന്നോ കാര്യങ്ങൾ ഞാൻ ആരോ മൂത്ത് നോക്കി പറയും, അത് നല്ലതാ. ഒരാഴ്ചയെങ്കിലും വിളിച്ച് പറയാറുന്നില്ലേ ബാസിനോട് എന്തിനാണ്? അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. സോ ഇറ്റ്സ് നോട്ട് നൈസ്. അത് ക്വസ്റ്റ്യൻസിന്റെ ആണത്. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ദ മീഡിയ. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. അല്ല ബാസിനെ കുറച്ചൊന്ന് ഇമോഷനൊക്കെ ആക്കാന്നൊക്കെ വിചാരിച്ചാണ്. നിനക്ക് എന്താണ് ഇറ്റ്സ് ടു മച്ച്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ചോദ്യം അൺനെസസറി ആണ്. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ ഇവിടെ നിന്ന് ഉത്തരം പറയും. ഓക്കെ. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ? ഐ ഫെൽറ്റ് ലൈക്ക് സ്കിന്നിങ്. എന്റെ തൊലിയുലിഞ്ഞോണല്ലോ ഇവിടെ ഇരുന്നിട്ട്. തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ബാസി അങ്ങനെയാണ്, ബാസി ചുമ്മാ ഇരുന്ന് കണ്ടട്ടെ. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. നിങ്ങളെടുത്ത് കാണിക്കാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാട്ടോ. പുറത്തു പറയാൻ വിഷമമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഞാൻ തന്നെ കുറ്റമായിട്ട് പറഞ്ഞാലോ. മനസ്സിലായി. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, പിന്നെ എനിക്ക് അറിഞ്ഞൂടരുത്. അല്ലെങ്കിൽ മാധ്യമങ്ങള് ഈ ബാസിയേട്ടനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ തോന്നിയായിരുന്നു, കണ്ടായിരുന്നില്ലേ? ഒരബദ്ധം പറ്റിപ്പോയി. തോന്നി. അയ്യോ എന്നെ ട്രോള് കേട്ടല്ലേ. എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ നോ 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 നോ, അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. ബാസിയേട്ടനെ ഇപ്പൊ ഒരിടയ്ക്ക് ഒരു ന്യൂസ് കേട്ടാ ഫിലിമിൽ ആക്ടിങ് നിർത്താൻ പോവാണ്. അല്ല ആകെ പുലിവാലല്ലോ ആയല്ലോ. ഇതൊക്കെ താഴെ എവിടെന്നാണോ കേക്കണത്? നാരായണ മൂപ്പര് നമ്മളെ മാനം കാക്കണം. എന്നെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഒക്കെ വന്നാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യം ഈ കേക്കണ സ്ഥലം മാറ്റി, എന്നിട്ട് നല്ല ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കും. ഈ പറഞ്ഞത് ന്യായം. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടിയ കൊട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല.